മോളെ ദേഷ്യം കയറിയിട്ടും മോള് തെറ്റൊന്നും ചെയ്യല്ലേ. അങ്ങനെ ചെയ്താലേ ഇവൻ പിന്നെ ജയിലിനകത്താ. ജയിലിനകത്ത് കിടക്കാൻ പേടിയില്ലാത്ത ആളല്ലേ അച്ഛൻ? പലപ്പോഴും കണ്ണനും ലക്ഷ്മിയും കൊല്ലാൻ തീരുമാനിച്ച സമയത്തൊക്കെ പറയുമായിരുന്നല്ലോ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് മടിയില്ലാന്ന്. അതെ, അതിനവരെ കൊന്നിട്ടല്ലേ മോളെ. ഇതിപ്പോ പണ്ടെങ്ങോ നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരില് ജയിലിലേക്ക് പോകുന്നത് കഷ്ടമല്ലേ? തന്നെയല്ല, പിന്നെ നിങ്ങൾക്കാരാ? അങ്ങനെ കണ്ണൻ എന്നെ ജയിലിൽ കിടത്താൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ അവനെയും ലക്ഷ്മിയും ഒക്കെ തീർത്തിരിക്കും. ഇനിയിപ്പോ ആരെ എന്ത് ചെയ്താലും ശിക്ഷ ചെയ്യില്ല. അതിന്റെ കാലാവധി ചിലപ്പോ കൂടുമായിരിക്കും. കൂടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എനിക്കും ഇപ്പൊ ജയിലിൽ കിടക്കാൻ മടിയില്ലാതെയായി. അവിടെ ചെന്നാ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ വീട്ടിലെടുക്കുന്ന അത്രയും ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മോള് കരുതുന്ന പോലെയൊന്നുമല്ല ജയിലിലെ ജീവിതം. അതെ മോളെ, ജയിലില് കുറച്ചു ദിവസം കിടന്നിട്ടുള്ള ഇവനറിയാം. ഇവൻ ചെറുപ്പകാലത്തെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകുമായിരുന്നല്ലോ. മോളിനി അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന് പറയോ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി? അത് മാത്രം പറഞ്ഞതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അച്ഛൻ ജയിലിലേക്ക് പോയാലും ഞാൻ പോയാലും നമുക്ക് സന്തോഷത്തോടെ പോവാൻ പറ്റണം. അങ്ങനെ സന്തോഷം ഉണ്ടാവണമെങ്കിലേ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതെന്താണെന്നാ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. അതേപ്പറ്റി മുൻകൂട്ടി പറയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം നടന്നിട്ട് എല്ലാവരും അറിഞ്ഞാ മതി. അവള് പാറിപ്പറന്ന് നടക്കുക ഭർത്താവിനൊപ്പം. പ്രാർത്ഥനയിലൂടെ അവളെല്ലാം നേടി എന്നെ ജയിച്ചു. എന്നാ ഇനി അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് അവളെ തുണയ്ക്കത്തില്ല. നോക്കിക്കോ അച്ഛനും മുത്തശ്ശിയൊക്കെ. മോളെ പറയുന്ന കേട്ടെ, നിക്കേ മോളെ. മോളെ എടാ പ്രതാപ, എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണല്ലോ അവള് പോകുന്നേ. ഇനി എന്തൊക്കെ നടക്കുമെന്തോ. അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തീർത്ഥാടനത്തിനോ മറ്റോ പോയിട്ട് വരാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലുമൊക്കെ. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. മനസ്സിന് ഒരു സുഖവുമില്ല. നമുക്ക് മനസ്സമാനം കിട്ടാനും മോക്ക് ശാന്തി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓ പ്രതാപ, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇനിയിപ്പോ അതേ ഉള്ളൊരു രക്ഷ. എന്നാ പിന്നെ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെക്കട്ടെ. ഭഗവാനേ.